Hi friends, welcome back to Billion Craft. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഒരു ഗിവ് അവേ വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. നിങ്ങൾ ബോട്ടിലായിട്ട് അതുപോലെ ക്ലേ മോൾഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിക്കുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ മോൾഡ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു റിവ്യൂവിംഗ് വീഡിയോ ആയിട്ട് എഴുതണം. ഇത് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യുക. നമുക്കിത് വന്നിരിക്കുന്നത് ഒരു പ്ലെയിൻ പ്ലാസ്റ്റിക് കവറിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഞാൻ ഉദ്ദേശിച്ച അത്ര സൈസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, സിലിക്കണാണ് മെറ്റീരിയൽ. ഇതിൻ്റെ തിക്നെസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ പറയുക, നമ്മുടെ എൻ്റെ ഈ കൈയിൻ്റെ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഈ സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് സൈസ് എന്ന് പറയുന്നത് ഒരു 8 സെൻറ്റിമീറ്ററോളം വിഡ്ത്തും അതേപോലെ തന്നെ ഒരു 13 സെൻറ്റിമീറ്ററോളം ഹൈറ്റിലുള്ള ഒരു മോൾഡാണ്. അപ്പോൾ നിങ്ങൾ ആമസോണിൽ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര സൈസൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഇത്രേ ഉള്ളൂ സൈസ്. നമുക്കിനി ഇതിൽ വെച്ചിട്ടൊന്ന് മോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോൾഡിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഞാൻ മോൾഡിറ്റ് എന്താണെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് അറിയാത്തവർ കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോൾഡിറ്റിൻ്റെ കവർ പൊട്ടിക്കുമ്പോൾ ഇതുപോലത്തെ 2 പാക്കറ്റുകൾ കിട്ടും. ആ പാക്കറ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ മോൾഡിറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ 2 പാക്കറ്റിൽ നിന്നും സെയിം ക്വാണ്ടിറ്റിയുള്ള കോമ്പൗണ്ട് എടുത്തിട്ട് മിക്സ് ചെയ്യണം. ഫ്രണ്ട്സ്, ഞാനിവിടെ 2 പാക്കറ്റിൽ നിന്നും സെയിം ക്വാണ്ടിറ്റിയിലുള്ള കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് കളറിൽ കിട്ടും. അപ്പോൾ നമുക്കിനി ഈ മോൾഡിൻ്റെ അടിയിലത്തെ ഷേപ്പിൽ വെച്ചിട്ട് ആ ഒരു പീസ് മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് അമർത്തി ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഫില്ല് ചെയ്തെടുക്കണം. തള്ളി നിൽക്കുന്ന പോർഷൻസ് ഞാൻ ഒരു ബ്ലേഡ് വെച്ചിട്ടൊന്ന് വടിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ചെറിയ ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് മോൾഡിറ്റ് തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിലത്തെ പോർഷൻ ഫില്ലായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മോൾഡിറ്റ് വെച്ചിട്ട് ഞാൻ മോളിലത്തെ ഒരു ഡിസൈനിൽ സെൻറ്റർ പോർഷൻ മാത്രം മോൾഡ് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ഡിസൈനിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന് തൊട്ടടിയിലുള്ള വലിയ ഡിസൈനിൻ്റെ സെൻറ്ററിൽ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതും കൂടി ഒന്ന് എടുത്ത് നോക്കാം. അതിൽ ഞാൻ ഫില്ല് ചെയ്തപ്പോൾ ഒരു സൈഡിൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആദ്യം വെച്ച പോർഷൻ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ പതിയെ പിടിച്ചെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് അതിൽ നിന്ന് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ബോട്ടിൽ ആർട്ടും ഇതുപോലെ ക്ലേ മോഡലിങ്ങൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ മോൾഡിച്ച് വെച്ചിട്ട് ട്രൈ ചെയ്തു. അത് നല്ല സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. ഇനി ഞാൻ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എയർ ഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം അടിയിലത്തെ ഷേപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മോൾഡിറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർ ഡ്രൈ ക്ലേ ആണെന്നുണ്ടെങ്കിൽ അധികം ടൈം എടുക്കാതെ തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ മോൾഡിച്ച് വെച്ചിട്ടൊരു 1/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ മോൾഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ എയർ ഡ്രൈ ക്ലേ ഫുള്ള് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് എടുത്ത് നോക്കാം. പതിയെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഡിസൈനിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പോർഷൻസ് എക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനൊരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ക്ലേയും അതുപോലെ മോൾഡിച്ചും വെച്ച് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ മോൾഡിച്ച് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. കുറച്ച് അതൊന്ന് ഉണങ്ങാനുള്ള ടൈം കൊടുക്കണം. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ ക്ലേ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. പക്ഷേ ഇതുപോലെ കുറച്ച് ഡിസിമിലാരിറ്റീസ് ഉണ്ടാവും ആ ഷേപ്പിന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ബ്ലേഡ് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കാം നിങ്ങൾക്ക് ഏതായിരിക്കും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക, അതുപോലെ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മോൾഡിറ്റും അതുപോലെ എയർ ഡ്രൈ ക്ലേ വെച്ച് ചെയ്ത് നോക്കി. മോൾഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ കിട്ടും. പക്ഷേ അതൊന്ന് സെറ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അതിന് പകരമായിട്ട് എയർ ഡ്രൈ ക്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിസിമിലാരിറ്റീസ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ ഞാൻ ഗിവ് അവേ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ കമൻറ്റ് ചെയ്യുന്നതായിരിക്കുള്ളൂ വിന്നറിനെ പിക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി ക്രാഫ്റ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സൺഡേ കാണാം. ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.